തൃശൂർ പൂരത്തിന്റെ പിറ്റേ ദിവസമാണ്. ഇന്ന് പുലർച്ചെ നടന്ന വെടിക്കെട്ടിന്റെ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കാണാം. ഇവിടെ ഇപ്പോൾ പൂര സമാപനത്തിനോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന പാറമേക്കാവിന്റെയും തിരുവമ്പാടിന്റെയും വെടിക്കെട്ടിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് പൂരത്തിന്റെ പിറ്റേന്ന് 8 മണി തൊട്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ദേശങ്ങളുടെയും പ്രത്യേക എഴുന്നള്ളിപ്പെല്ലാം കാണാൻ സാധിച്ചു. ഇപ്പൊ സമയം ഉച്ചയ്ക്ക് 12:45. ഇവിടെ ഉപചാരം ചൊല്ലിപ്പിരിയൽ ചടങ്ങ് നടക്കുകയാണ്. ഇരു ദേശങ്ങളുടെയും ആനകളാണ് കാണുന്നത്. നല്ല തിരക്ക് കാരണം വളരെ പിന്നിലെ നിൽക്കാനേ സാധിച്ചുള്ളൂ. ഇപ്പോൾ ഉപചാരം ചൊല്ലി പിരിഞ്ഞതിന് ശേഷം തിരുവമ്പാടിയുടെ തിടമ്പേറ്റിയ ആന പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. തൃശൂർ പൂരത്തിന്റെ പിറ്റേ ദിവസം തൃശൂർക്കാരുടെ പൂരാണെന്ന് പൊതുവെ പറയാറുണ്ട്. അതായത് തൃശൂർ പൂരം നടന്ന് പിറ്റേ ദിവസമുള്ള ഓരോ ദേശങ്ങളുടെയും എഴുന്നള്ളിപ്പും മേളവും ചടങ്ങും ഉപചാരം ചൊല്ലിപ്പിരിയിലും വെടിക്കെട്ടൊക്കെ കാണാനാണ് കൂടുതലായും വീട്ടുകാരൊക്കെ എത്തിച്ചേരുന്നത്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനൊന്നും പ്രത്യേകിച്ച് പ്രസക്തിയില്ല. തൃശൂർ പൂരത്തിന്റെ അന്നാണെങ്കിലും പിറ്റേ ദിവസമാണെങ്കിലും നല്ല തിരക്കാണ്. എന്തായാലും ഇക്കൊല്ലത്തെ തൃശൂർ പൂരം അതിഗംഭീരായി. ഇനിയിപ്പോൾ പൂരത്തിന്റെ സമാപനത്തിനോടനുബന്ധിച്ചുള്ള പൂരക്കഞ്ഞി കുടിക്കാൻ പോവാണ്. ഇതിപ്പോ കൗസ്തുഭം ഓഡിറ്റോറിയമാണ്. പൂരക്കഞ്ഞി വിതരണം നടക്കുന്നത് കൗസ്തുഭം ഓഡിറ്റോറിയത്തിലും പാറമേക്കാവിനോട് ചേർന്നുള്ള മണ്ഡപങ്ങളിലുമാണ്. സമയം ഉച്ചയ്ക്ക് 2:15 തിരുവമ്പാടിയുടെ വെടിക്കെട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോഴിനി പൂരക്കഞ്ഞി കുടിച്ചതിന് ശേഷം വെടിക്കെട്ട് കാണാമെന്ന് കരുതി. 2 ദിവസവും 20,000-ഓളം പേർക്കാണ് പൂരക്കഞ്ഞി തയ്യാറാക്കുന്നത്. മട്ടരിയുടെ കഞ്ഞിയും മുതിരപ്പുഴുക്കും മാമ്പഴ പുളിശ്ശേരിയും ചെത്തുമാങ്ങാക്കറിയും തേങ്ങാപ്പൂളും ശർക്കരയും ഒക്കെ ചേർന്നതാണ് ഈ ഒരു പൂരക്കഞ്ഞി. 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരത്തിന്റെ പരിസമാപ്തിയുടെ ഒരു ആചാരം എന്നുകൂടി വേണമെങ്കിൽ ഈ ഒരു പൂരക്കഞ്ഞിയെ പറ്റി പറയാം. അത്യാവശ്യം ആളുകൾ വന്നും പോയും കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന്റെ മുന്നിലായിട്ട് പൂരക്കഞ്ഞി നിവേദ്യമായിട്ട് അർപ്പിച്ചിരിക്കുന്നത് കാണാം. പാറമേക്കാവിന്റെ ദേഹണ്ടക്കാരൻ സുരേഷ് അമ്പിസ്വാമിയും തിരുവമ്പാടിയുടെ ദേഹണ്ടം വെളപ്പായ രാഹുലുമാണ്. പൂരക്കഞ്ഞിയുടെ തയ്യാറെടുപ്പ് തലേ ദിവസം തന്നെ തുടങ്ങും. 500 കിലോഗ്രാമോളം അരി, 25,000-ഓളം എണ്ണം മാമ്പഴം, 800-ഓളം നാളികേരം എന്നിവയൊക്കെ ഇതിനാവശ്യമുണ്ടത്രേ. കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തിരുവമ്പാടിയുടെ വെടിക്കെട്ട് നടക്കുന്ന ആ ഒരു ശബ്ദം കേട്ടത്. അപ്പോഴെന്തായാലും തിരുവമ്പാടിയുടെ വെടിക്കെട്ട് മിസ്സായി. ഇനിയിപ്പോൾ പാറമേക്കാവിന്റെ വെടിക്കെട്ട് കാണാൻ വേണ്ടി ആ ഒരു ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓടിപ്പടഞ്ഞ് മുനിസിപ്പലിന്റെ ഭാഗത്ത് എത്തുമ്പോഴേക്കും ഇവിടെ വെടിക്കെട്ട് തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഇക്കൊല്ലത്തെ പൂരം അതിഗംഭീരായി. ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് മറ്റൊരു അതിഗംഭീരമായ പൂരത്തിന്റെ കാഴ്ചകൾക്കായി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.